ഈ ഗൗരവമല്ലാത്ത സൗന്ദര്യപ്പിണക്കങ്ങൾ തന്നെ രസമുള്ളത് ഓർമ്മയുണ്ടോ? നൂറ് കേസിന് ഓരോന്ന് ഇങ്ങനെ കടുവ് പിടിച്ച പോലെ വരുന്നു പോന്നു എന്നല്ലാതെ അങ്ങനെയുള്ള അത്തരമുള്ള ഒന്നുമില്ല. അല്ല പിന്നെ വലിയ നിഗൂഢമായ കാര്യങ്ങൾ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ബാക്കിയൊക്കെ ഒരു പക്ഷേ ഭർത്താവിൻ്റെ അമ്മയുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ പേരിൽ അല്ലെ ഭർത്താവിൻ്റെ പെങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെ ഭാര്യയുടെ ആങ്ങളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുള്ള ഇഷ്യൂസ് കുഞ്ഞു കുഞ്ഞു കാര്യം വരും. മദ്യപാനം നിർത്താനൊക്കെ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളുണ്ടാവില്ല, അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രതിവിധിയൊക്കെ തയ്യാറാക്കി അങ്ങനത്തെ ഓർമ്മകളുണ്ടോ? മദ്യപാനമായിട്ട് വരുന്ന മനുഷ്യരെ നമ്മൾ അങ്ങനെയുള്ള സെൻറ്ററുകളിലേക്ക് നമുക്ക് തന്നെ ഉണ്ട് പറഞ്ഞു വിടും. അവിടെ പോയി ട്രീറ്റ്മെൻറ്റിന് വിധേയനായിട്ട് ജീവിക്കും. കാരണം പ്രാർത്ഥന കൊണ്ടോ ഒരു കൗൺസിലിങ്ങും തീരുന്നതല്ല, ഒരു സ്വഭാവം അത് ആർജിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചികിത്സ വേണം. ചികിത്സയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനയും വെക്കും. അങ്ങനെ ഒത്തിരി പല കുടുംബങ്ങളൊക്കെ ചുമ്മാ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ് അരിശപ്പെടുക, ഭാര്യയോടെയും അരിശപ്പെടുക, അടിക്കുക, ബഹളം വെക്കുക, അവർക്ക് സഹിക്കാൻ പറ്റുകയല്ല. കുടിച്ചില്ല ഒരു കുഴപ്പമില്ല. ചിലർ ഒരു മുഖംമൂടി പോലെ കൂടിയങ്ങ് അഭിനയിക്കും. അത് എനിക്കെന്നും തെറി പറയാനുള്ള അവസരമായിട്ട്. അപ്പം അങ്ങനെയുള്ള നമ്മൾ ചികിത്സയ്ക്ക് തന്നെ വിധേയമാകും മദ്യം. കാരണം അത് തമാശ പോലെ ഭ്രാന്ത് പോലെയുള്ളൊരു അസുഖമാണ്. അതിൻ്റെ ആരംഭമാണ്. അത് മദ്യപാനം ഒരു മെൻ്റൽ ആയിട്ടുള്ള പ്രശ്നമാണ്, അതിൻ്റെ അഡിക്ഷൻ. ഇപ്പം കളിതമാശ ചിലപ്പോൾ കുടിക്കുന്നതിനെ കുറിച്ചല്ല പറയാ. അത് അങ്ങനെയുള്ള നമ്മൾ ആ രീതിയിൽ സെൻറ്ററുകളിലേക്ക് പറഞ്ഞു വിടും. പക്ഷെ കുടി നിർത്തി കഴിയുമ്പം ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ല. കുടി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ ബീവറേജിൽ പോകുന്ന ഭർത്താവിനോടും എക്സാമിന് പോകുന്ന മകനോടും ഭാര്യ ഒരേ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി. അത് അങ്ങനത്തെ അവരോട് ഫുള്ള് വാങ്ങിക്കാനാണ്. അത് നമുക്ക് ഈ വായന കിട്ടുന്ന ഓരോ വീട്ടിലേക്ക് വായിക്കുമല്ലോ. നമ്മുടെ കണ്ണിതായതുകൊണ്ട് ഇങ്ങനത്തോട് നമ്മൾ സ്വരുക്കൂട്ടി വെക്കുവേ. പിന്നെ അതൊരു അവസരം വരുമ്പോൾ അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഭാര്യയെ പേടിച്ചാൽ കുറെയൊക്കെ ഭാര്യ പറയുന്നത് കേട്ടാൽ, ഭാര്യയുടെ ഒരു പേടിയും ഭയഭക്തി ബഹുമാനൊക്കെ നിലനിർത്തിയാൽ കുറെയൊക്കെ കുടുംബജീവിതം ശരിയാക്കി പോവാന്നുള്ളതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ആളുകൾ വൈകുന്നേരങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചർച്ച. ഒരു വിവാഹം കഴിഞ്ഞ് 3-4 വർഷത്തിനൊക്കെ ശേഷം ശരിക്കും ഭാര്യയെ ഭർത്താക്കന്മാർ പേടിക്കേണ്ടതുണ്ടോ? ഒന്നുമില്ല. ഈ തമ്മിൽ ശരിക്കും സ്നേഹിച്ചാലും മതി, പ്രശ്നമില്ല. പേടി വരുന്നത് ഷെയറിങ്ങിൻ്റെ കുറവ്, സ്നേഹത്തിൻ്റെ അഭാവം, അവിടെയാണ് പേടി, ഒരു ഭയം. ഇതൊന്നുമില്ല. നല്ല ശരിക്കും സ്നേഹിച്ചാൽ എന്നാ പേടിക്കാനിരിക്കും, ഇതല്ലേ ഉള്ളേ. അപ്പം അത് യഥാർത്ഥ സ്നേഹം ഇല്ലാത്തടത്താണ് ഭയം വരിക. കാരണം ഭയത്തിൻ്റെ വിപരീതപദം ധൈര്യം എന്നല്ല, അഭയം എന്നുള്ളതാണ്. അഭയം. അപ്പം ദൈവത്തിൽ അഭയം വെച്ചുകൊണ്ട് സ്നേഹത്തോടെ ഷെയർ ചെയ്താൽ തീരാത്ത പ്രശ്നമൊന്നും കുടുംബത്തിലില്ല. അപ്പം ഒരു ഭയത്തിൻ്റെ കാര്യമില്ല. അപ്പം ഒരു അപ്പൻ എപ്പോഴും അമ്മയെ പേടിയാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരാപ്പിളുണ്ടായിരുന്നു. ഈ ആപ്പിൾ എടുത്തിട്ട് 4 മക്കളോട് അമ്മ പറഞ്ഞു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് വേണം. അമ്മ പറഞ്ഞു അങ്ങനെ തരികയില്ല, അമ്മ പറയുന്നത് ആദരവോടെ കേട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾക്ക് ഈ ആപ്പിൾ എടുക്കാം. അപ്പോൾ ഇളയ കൊച്ചു പറഞ്ഞു അമ്മ ഭയങ്കരയാണല്ലോ, ആപ്പിൾ അപ്പന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. ചില കുടുംബങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങളില്ല. അവിടെ അതിനേക്കാൾ നന്മ പേടിച്ച് കീഴ്വഴങ്ങുന്നതല്ല, സ്നേഹിച്ച് കീഴ്പ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരാണ് കുടുംബത്തിൻ്റെ വിജയം അവിടെയാണ്. പുതിയ കാലത്തെ ആളുകളെല്ലാം ഈ ഫോണിലേക്ക് ഒതുങ്ങിക്കൊടുന്നുണ്ട്. അച്ഛൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധി ഉണ്ടാകുന്നത് ഫോണിലൂടെയാണല്ലോ. ഈ ഫോൺ ഉപയോഗം കാരണം കൊണ്ടും, അതായത് ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, ഫോണിൽ ഇന്നാളുടെ ഫോൺ ഇന്നാള് ചെക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പുതിയ എന്താ പറയുക, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ഫോൺ ഉപയോഗം എങ്ങനെയാ ഒരു കപ്പിളിനുള്ളിൽ ഉണ്ടാവുന്നത്? ഫോണിൻ്റെ ഉപയോഗം നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ പുതിയൊരു രീതിയാണ്. അപ്പം അത് ശരിക്കും ഉപയോഗിക്കാം, തെറ്റായിട്ടും ഉപയോഗിക്കാം. ഇപ്പം കുടുംബത്തിൻ്റെ വിജ്ഞാനം കിട്ടുന്ന അറിവ് ഒരുമിച്ചിരുന്ന് ഭർത്താവും ഭാര്യയും കേൾക്കാനാണെങ്കിൽ അത് ഉപയോഗപ്രദമാണ്. ആ ഫോൺ ഉപയോഗമാണ്. നന്മ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ കേൾക്കുന്നത് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ അപകടം നെഗറ്റീവായിട്ടുള്ള ഉപയോഗമാണ്. ഉദാഹരണം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയോട് ഇഷ്ടക്കുറവ് വന്നാൽ, പണ്ട് കോളേജിൽ കൂടെ പഠിച്ച പെണ്ണും അവൾക്ക് അവളുടെ ദാമ്പത്യത്തിനും തൃപ്തിയില്ല, അവളുമായിട്ട് ഇവൻ ബന്ധം ആരംഭിക്കും. അതുപോലെ ഇവൾ കെട്ടിയോനി തൃപ്തിയില്ലേ, പഴയ പൂർവ്വകാമുകൻ, അവനാണെന്നില്ല, പഴയ കോളേജ് ഫ്രണ്ട് ആരംഭിക്കും. അങ്ങനെ ഒളിച്ചുള്ള വിളികൾ ആരംഭിക്കും. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് പരിധി വിട്ടുള്ള സഭ്യതയില്ലാത്ത വർത്തമാനങ്ങളൊക്കെ വരാം. അത് സംശയമുള്ള ഭർത്താവ് ഒരു പക്ഷേ ചെക്ക് ചെയ്യുക ഒരിക്കൽ, അല്ലെ ഭാര്യ ചെക്ക് ചെയ്യുക. ചെക്കുമ്പോഴാണ് മോശമായ കോൾ, അതുവഴി ഡൈവോഴ്സ് ഉണ്ട്, അതുവഴി കോടതി കേസുണ്ട്. അപ്പം അത് അങ്ങനെയുള്ള നിഗൂഢമായ കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് ഫോൺ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് അറിവുള്ള ഭാര്യാഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം.
ഒളിച്ചുകളികൾ കോണി വന്നാൽ ഇന്നല്ല നാളെ അത് തെളിയപ്പെടും, പിടിക്കപ്പെടും. ഈ തമാശ പറയുമ്പോഴേ അത് ആ സാഹചര്യം അല്ലെങ്കിൽ ആ സന്ദർഭം അങ്ങനെ നോക്കുന്ന ആളാണോ അച്ഛൻ, അതോ ഒരു സന്ദർഭത്തിൽ ഈ കൗണ്ടർ പറഞ്ഞേ പറ്റുമോ? അതായത് ഈ സമയത്ത് ഈ തമാശ പറഞ്ഞ പറ്റും, അല്ലെങ്കിൽ ഒരു വീർപ്പുമുട്ടലും ഉണ്ടാവില്ല തമാശ പറയുന്ന ആളുകൾക്ക്, അങ്ങനത്തെ അവസ്ഥ അനുഭവിക്കാറുണ്ടോ? ഈ ചിലപ്പം പറഞ്ഞു വരുമ്പം നമ്മൾ ആ കോണ്ടക്സ്റ്റിൽ അങ്ങ് വന്നു പോകും. ചിലതങ്ങനെ ധ്യാനപ്രസവമൊക്കെ നേരിടുമ്പോഴത്തേക്ക് ചില തമാശകൾ മനസ്സിൽ കരുതിയിരിക്കും. അത് പറയുന്ന സ്ഥലമല്ല, ആ ഒരു മണിക്കൂറിൽ എവിടെയെങ്കിലും ഇത് പറഞ്ഞു പോകണം, എവിടെയെങ്കിലും. അത് പ്ലാൻഡാണ്. പക്ഷേ പറയുന്ന രീതി അന്നേരത്തെ രീതിയിലാണ്, പക്ഷെ ആശയം നമ്മുടെ പ്ലാനിലുണ്ട്. TV സംവാദങ്ങളിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അന്നേരമല്ല ചോദ്യം വരുന്നത്, നമുക്കറിയത്തില്ലല്ലോ, അത് നമുക്ക് തോന്നുന്നു അങ്ങ് പറയുന്ന. പശുവിനെ ചെനപിടിപ്പിക്കാൻ വരെ അച്ഛൻ്റെ എന്താ പറയാ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ്? അതിങ്ങനെ അത് നമ്മുടെ MLA PJ ജോസഫായിരുന്നു. അപ്പം ഇങ്ങനെ ആ പശുവിന് ചെന പിടിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് റിയൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. ഞാനും പോയി എൻ്റെ മനസ്സിൽ നിന്ന് ചിരിച്ചാലും ഉള്ളിൽ ഓർത്താണ് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പോന്ന് പ്രാർത്ഥനയെ മറന്നു പോയി, എത്രയോ പ്രാർത്ഥിക്കുന്നു. പക്ഷെ പിന്നീട് PJ വിളിച്ച് പറഞ്ഞു ചെന പിടിച്ചു, പ്രസവിച്ചു, കിടാവിന് ഞാൻ തന്നെ പേരിടും, അനാർക്കലി എന്നാണ് പേര്. നമുക്ക് പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മനുഷ്യർ പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവരും. മനുഷ്യർക്ക് വേണ്ടി വരും, ആട്, പശു അങ്ങനത്തെ ഉള്ളത്, പിന്നെ ഓതി കൊടുക്കാൻ വേണ്ടി കാശിരൂപം വരും. അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് സ്ഥിരം നടക്കുന്നില്ല. ജോസഫിന്റെ ആയിരുന്നു അവസാനം ഇങ്ങനെ ഒരു മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കുരിശ് വെഞ്ചരിച്ച് കുരിശ് പശുവിന്റെ മേലെ കെട്ടി വെച്ചാൽ പശു എഴുന്നേറ്റ് നടക്കുക. അപ്പൊ എന്താ ശരിക്കും മൃഗങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക? അല്ല, നമ്മളീ ഒരു കുരിശോ ഒരു മെഡലോ പ്രാർത്ഥിച്ചു കൊടുക്കുകയെ ഇത് കൊണ്ടുപോയി അതിന്റെ കഴുത്തലോ ചടലിലും കെട്ടിയിടുമ്പം ദൈവം വീട്ടുകാരാഗ്രഹിക്കുന്ന ഫലം അതിൽ നിന്നുണ്ടാകണേ എന്ന് നമ്മളിത് പ്രാർത്ഥിക്കുന്നുള്ളൂ. ചിലപ്പം കറുപ്പിക്കാത്ത പശുവായിരിക്കും, പിന്നെ അത് കറുപ്പിച്ചു, ചുരത്തി കയറാത്ത പശുവിന് ചുരത്തി, ചനയില്ലാത്ത പശുവിന് ചന പിടിച്ചു. അത് നമ്മളൊന്നും ഒരു പൊതു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയുടെ ഫെയ്ത്തും കൊണ്ടുപോകുന്ന ആൾക്കാരുടെ ഫെയ്ത്തും ഉണ്ടല്ലോ, അത് മൃഗത്തിൽ വരുന്നതല്ല. അപ്പം അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു അടയാളം പോലെ ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ ഈ പ്രണയം എന്ന് പറയുന്ന കാര്യം പതിയെ നിലനിൽക്കുന്നില്ല. പണ്ടത്തെ പോലെ പ്രണയത്തിന് ഒരുപാട് കാലത്തെ കാലയളവില്ല, അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിമർശനമുണ്ട്, പണ്ടത്തെ പ്രണയമായിരുന്നു നല്ലത് അങ്ങനെയൊക്കെ. ശരിക്കും പ്രണയത്തിന് കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വരും, പ്രണയത്തിന്റെ ദൈർഘ്യം കുറയും, അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ അത് കൂടുതലാണ്. പണ്ട് പ്രേമിച്ച് കെട്ടാന്ന് വെച്ചാൽ മരിച്ചാൽ മരണം വരെ പോകുന്ന ഒന്നാണ്. ഇപ്പം പ്രേമിക്കുന്നു, നാളെ ഇഷ്ടക്കേട് വന്നാൽ പോട്ടെ എന്ന് പറയും. അതെന്തുകൊണ്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെയോ സമൂഹത്തിലോ വരുന്ന മാറ്റം കൊണ്ടാകാം ഇപ്പോൾ ഒത്തിരി ദൈർഘ്യം കുറയുന്ന പ്രണയബന്ധങ്ങൾ. കല്യാണം കഴിഞ്ഞു 1-2 മാസം പ്രേമിച്ച് കിട്ടിയാലും പിരിഞ്ഞേക്കാമെന്ന് പറയും. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഒറ്റപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. അപ്പം അത് പറയും, ഈ പ്രേമം ശ്രദ്ധിച്ച് പ്രേമിച്ചില്ല അപകടം. ഒരു മലയാളി പെണ്ണ് ചൈനക്കാരനെ പ്രേമിച്ചു, കല്യാണം കഴിച്ചു, അമ്മയപ്പനൊക്കെ എതിർത്തു. അതെല്ലാം കഴിഞ്ഞ് അവൾ പ്രസവിച്ചു. ചൈനക്കാർ കുഞ്ഞിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു മിടുക്കം കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ 21-ാം ദിവസം ആ കുഞ്ഞ് മരിച്ചു. ഉടനെ അമ്മ പറഞ്ഞു, ഈ പൊട്ടിയോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, ചൈനക്കാരനെ പ്രേമിക്കല്ലേ, കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ അധികം നിൽക്കുകയല്ല, പെട്ടെന്ന് തീറിപ്പോവും. ഇന്ന് പ്രേമവും ഇങ്ങനെയാണ്, ചൈനീസ് ഉൽപ്പന്നം പോലെ അധികം നിൽക്കുകയല്ല, പെട്ടെന്ന് തീരും.